ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വെളുത്തുള്ളി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടൊരു കൂട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കുറച്ച് ഡിലേ ആയിട്ടുണ്ട് നമുക്ക് വീഡിയോസിൽ. അപ്പോൾ കുറച്ച് ഹൗസ് വാമിങ് വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. കുറച്ച് ഹൗസ് വാമിങ്ങിൻ്റെയൊക്കെ കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലായിരുന്നുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് വീഡിയോസൊക്കെ വീട്ടിൽ നിന്ന് അടുത്താണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് എഗെയിൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. കാണാതിരുന്നു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക, ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു പിടി നിറച്ചെടുക്കുക കേട്ടോ. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10-12ഓളം ചെറിയുള്ളി, 1-2 ചെറിയുള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു കേട്ടോ. കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ നല്ല വലുതൊക്കെ ആണെങ്കിൽ 1-2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്നത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഒരുപാട് ഒഴിക്കേണ്ട, ഒരു ടേബിൾ സ്പൂൺ അത്രയൊക്കെ മതിയാവും. അല്ലെങ്കിൽ 1-1.5 ടീസ്പൂണൊക്കെ മതിയാവും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതൽ വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു 1.5 പിടിയൊക്കെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വാടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവം വരെ ആക്കിയെടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിക്കോളൂ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ. വെളുത്തുള്ളി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ ലിങ്ക്. അപ്പോൾ അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടരുത്. വെളുത്തുള്ളിയുടെ അളവായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. വെളുത്തുള്ളി ഇപ്പോൾ ഒരു 2 കൈപ്പിടി എടുക്കുകയാണെങ്കിൽ ഒരു 1/2 പിടി മതിയാവും ചെറിയുള്ളി. നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരണം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം. കുറച്ച് സമയം എടുത്ത് തന്നെ വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കൂട്ട് മാത്രം മതി നമുക്ക് ചോറിനാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. ഒന്നുകൂടെ ഒന്ന് ആയി വരട്ടെ കേട്ടോ. നന്നായിട്ട് കളർ ചേഞ്ച് ആയി വരണം. അപ്പോൾ അല്ലെങ്കിൽ ഒരു പച്ചക്കുത്തുണ്ടാവും. ആ ഒരു റോ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. വേണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു പൊട്ട് മുളക് പൊടിയോട് ചേർക്കുക കേട്ടോ, ആ ഒരു കളറിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാനിതിൽ മുളക് പൊടി ചേർക്കില്ല, ഈ വറ്റൽമുളക് തന്നെയാണ് ചേർക്കുക. ഇനി വറ്റൽമുളകും കൂടി എണ്ണയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം എരിവ് വേണ്ടാത്തവർ ഒരു 3 മുളകൊക്കെ ചേർത്താലും മതി. അത്യാവശ്യം എരിവുണ്ട്, ഓവർ എരിവല്ല, ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ബാലൻസ് ചെയ്തോളൂ. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. നല്ല തണുപ്പ് തരുന്നതാണ് ചെറിയുള്ളി. ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ശരീരത്തിൽ പല കറികളിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. തണുക്കാൻ നല്ലതാണ്. തണുപ്പ് തരുന്ന ഒന്നാണ് ചെറിയുള്ളി. പ്രത്യേകിച്ച് നമ്മുടെ ചൂട് സമയത്തൊക്കെ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർന്ന ഈ ഒരു കൂട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു കൂട്ടാണ്. അപ്പോൾ അത്യാവശ്യം കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്നായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വഴണ്ട് പോരുത്, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വാടിക്കിട്ടാൻ വേണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചൂടിൽ തന്നെ ഒരു ഇത്തിരി നേരം കൂടി ഒന്ന് വഴറ്റണം കേട്ടോ. അങ്ങനെ തന്നെ ഇട്ടേക്കരുത്. ആ ഒരു ചൂടിൽ തന്നെ ഇത്തിരി നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങ് ഓവറായിട്ട് റോസ്റ്റായി പോവും. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ കേട്ടോ.
അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ വെച്ചിരുന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സ്റ്റൗവിൽ നിന്ന് അതൊന്ന് മാറ്റി വെച്ചേക്കണം ഓഫ് ചെയ്തതിന് ശേഷം. ഓവറായിട്ട് അങ്ങ് റോസ്റ്റ് ആവാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വെച്ചിട്ട് ആ സ്റ്റൗവിൽ നിന്ന് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ കറിവേപ്പില ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പൊട്ട് പുളിയാണ്. പുളിയുടെ അളവ് ഒരുപാട് കൂടരുത്, ഒരു പൊട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത്തിരി മതിയാവും കേട്ടോ, അളവ് കൂടരുത്. കാരണം നമുക്ക് ഒരുപാടായിട്ട് എടുത്തിട്ടില്ല. ഇത് ശരിക്കും ഒരുപാട് ഒരു 3-4 പേർക്കൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 2 പിടിയോളം വെളുത്തുള്ളിയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റ് ആവണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അരയാൻ വേണം, ആ ഒരു പരുവം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അരച്ചെടുക്കണം. ഫൈനായിട്ട് അങ്ങ് അരച്ചെടുത്ത് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്താ ഞാൻ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഞാൻ പറഞ്ഞ പോലെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊട്ട് മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, എന്നാൽ ഒരു ചെറിയ റെഡിഷ് കളർ കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഒരിത്തിരി കൂടി ഒന്നുകൂടി ഒന്ന് അരയ്ക്കാം. മുളക് പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, ഒരു പൊട്ട് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പും കൂടി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മതി, ഇതാണ് എൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി നമുക്കിതിനകത്തേക്ക് ചെയ്യണമെന്ന് ഒരിത്തിരി വെളിച്ചെണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചെയ്താലും മതി. ഒരിത്തിരി ഒരു 1/2 ടീസ്പൂണിൽ താഴെ മതി. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കല്ലിലൊക്കെ അരച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. കല്ലൊക്കെ ഉള്ളവർ കല്ലിൽ തന്നെ അരച്ചെടുക്കാം. ഇതായിരിക്കണം എൻ്റെ ഒരു പരുവം. ഇതാണ് കറക്റ്റ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ആവശ്യത്തിന് പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് അരയ്ക്കണം കേട്ടോ. അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. നന്നായിട്ട് വറ്റൽമുളകൊക്കെ ചേർത്ത് അരയ്ക്കുക. എനിക്കിതിൽ മുളക് പൊടി ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ ഒരു കളറിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനൊരു ഈ രീതിയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.